ധർമ്മടം മണ്ഡലത്തിൽ UDF പ്രചാരണ ബോർഡുകൾ CPIM പ്രവർത്തകർ നശിപ്പിക്കുന്നതായി പരാതി. മുഴപ്പാലയിൽ സ്ഥാപിച്ച UDF സ്ഥാനാർത്ഥി VP അബ്ദുൾ റഷീദിന്റെ പ്രചാരണ ബോർഡ് എടുത്തുകൊണ്ടുപോയി. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടുന്നില്ലെന്നും പോലീസിൽ പരാതി നൽകുമെന്നും UDF സ്ഥാനാർത്ഥി പറഞ്ഞു. അജീഷ് ജയകുമാർ കണ്ണൂരിൽ നിന്നുണ്ട് വിവരങ്ങളുമായി. അജീഷ്, ഇത് എന്താണ് UDF സ്ഥാനാർത്ഥിയുടെ പരാതി? ഏത് തരത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ ധർമ്മടത്ത് ഈ CPM പ്രവർത്തകർ ശ്രമിക്കുന്നുണ്ട് എന്ന ആക്ഷേപം ഉയരുന്നത്? ഇതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ? പോലീസ് ഇക്കാര്യത്തിൽ കേസെടുക്കുന്നില്ല എന്ന പരാതിയിൽ കഴമ്പുണ്ടോ? ഇത് ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഈ ധർമ്മടം മണ്ഡലത്തിൽപ്പെടുന്ന മുഴപ്പാല എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ സ്ഥാപിച്ചിരുന്ന ഒരു ഫ്ലെക്സ് ബോർഡാണ് ഒരാൾ എടുത്തു കൊണ്ടുപോകുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ഇത് CPM പ്രവർത്തകരാണെന്നാണ് VP അബ്ദുൾ റഷീദിന്റെ ക്യാമ്പ് ആരോപിക്കുന്നത്. ഇതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. നേരത്തെ തന്നെ ഈ ധർമ്മട മണ്ഡലത്തിൽ പല ഭാഗത്തും ഈ സ്ഥാനാർത്ഥിയുമായി ചില സ്ഥലത്ത് സംഘർഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല ചില സ്ഥലങ്ങളിൽ പ്രചരണ ബോർഡുകൾ നശിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നിലെല്ലാം CPM ആണെന്നാണ് കോൺഗ്രസ് അടക്കമുള്ള UDFന്റെ കക്ഷികൾ ആരോപിച്ചിരുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടുന്നില്ലെന്നും പോലീസിൽ പരാതി നൽകുമെന്നാണ് UDF സ്ഥാനാർത്ഥി VP അബ്ദുൾ റഷീദ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ധർമ്മടം പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട്. എന്തായാലും ഇതിന് പിന്നിൽ CPM പ്രവർത്തകരെന്നാണ് UDF സ്ഥാനാർത്ഥിയും അവരുടെ ക്യാമ്പും പറയുന്നത്. ശരി, ഇത് നമ്മൾ കണ്ണൂരിൽ നിന്നുള്ള വിവരങ്ങളാണ് കണ്ടത്. കണ്ണൂരിൽ നിന്ന് ഈ വിവരങ്ങൾ നൽകിയത് അജീഷ് ജയകുമാറാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.